ഗന്ധരാജൻ പൂവിടർന്നു. അങ്ങനെ ഒരു പാട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. ഈ പാട്ടും കലോത്സവവും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ? കലോത്സവത്തിൽ 25 വേദികളും പൂക്കളുടെ പേരിലാണ്. അതല്ല പറയാൻ പോകുന്നത്. ആ പൂക്കൾ ഏതൊക്കെയാണെന്ന് കലോത്സവത്തിനെത്തിയ കുട്ടികൾക്കും മത്സരാർത്ഥികൾക്കുമൊക്കെ ഈ 5 ദിവസം കൊണ്ട് പരിചയപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു. പൂക്കൾ മാത്രമല്ല, പൂക്കളുടെ ഗന്ധവും പരിചയപ്പെടുത്തിയ വ്യക്തി. അതായത് പെർഫ്യൂമുകളുമായി വേദിയിൽ നിന്നും വേദിയിലേക്ക് സഞ്ചരിച്ച് ആ പെർഫ്യൂം വിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്, അത് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് അത് വിൽപ്പനയ്ക്കുള്ളതല്ല, ആ ഗന്ധങ്ങൾ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. അങ്ങനെ 25 പൂക്കളുടെയും ഗന്ധങ്ങൾ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോയി പരിചയപ്പെടുത്തിയ ആളുടെ പേരും ഞാൻ പാടിയ പാട്ടിലെ ആദ്യത്തെ വരിയാണ്. ഗന്ധരാജൻ എന്നാണ്. തൃശ്ശൂർ സ്വദേശിയാണ് രാജൻ. അങ്ങനെ ഗന്ധരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. രാജേട്ടാ, ഈ ഗന്ധരാജൻ എന്ന പേര് വരാണ്ടായി കാരണം? അത് പേര് വരാൻ കാരണം ഈ ഗന്ധങ്ങളുടെയൊക്കെ ഒരു വലിയ രാജാവാണ് ഗന്ധരാജാണ്. പണ്ട് ഒരു പൂ വരുന്നതാണ്. അപ്പോൾ എല്ലാ പൂക്കളുടെയും സുഗന്ധങ്ങൾ, അതിൻ്റെ ഫ്രാഗ്രൻസ്, അതിലടങ്ങിയിരിക്കുന്ന ഫ്രാഗ്രൻസ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. പരീക്ഷണം നടത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പൂക്കളും അതിൻ്റെ മണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കിടന്നോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ആയിക്കോട്ടേന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് പ്രകൃതിദത്തമായ, അതായത് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളിലും അതിൻ്റേതായ സുഗന്ധം ഉണ്ട്. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ജീവൻ ഉള്ളതായാലും കുഴപ്പമില്ല, ജീവൻ ഇല്ലാത്തതായാലും അതിൻ്റേതായിട്ടുള്ള സുഗന്ധം അതിലുണ്ട്. ഓക്കെ, ഗന്ധമുണ്ട്. അപ്പോൾ ചിലതിൽ വന്നിട്ട് ഗന്ധമുണ്ട്, മണമുണ്ട്, സുഗന്ധമുണ്ട്, പക്ഷേ അത് ഹൈഡായിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല ചില പൂക്കളൊക്കെ. അപ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ട് ഡീപ്പായിട്ട് നമുക്ക് എന്താ ചെയ്യുക, അബ്സർവ് ചെയ്യാം. അത് താല്പര്യമുള്ളവർക്ക് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഡീപ്പായിട്ട്. ഏത് മണം, അല്ലെങ്കിൽ ചിലപ്പോൾ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് മണത്താൽ അപ്പോൾ നമുക്ക് മണം അറിയാൻ പറ്റും. ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയുള്ള 25 വേദികളുടെ പേരിലും മണം ഉണ്ടാക്കി. അതെ, ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് പൂക്കളുടെ 25 അതിനൊക്കെ കൂടുതൽ. 25 മാത്രമല്ലോ ഇവിടെ ഉള്ളത്, 25 പൂക്കൾ മാത്രമാണ്. ഇനി വിദേശത്ത് ഒരുപാട് പൂക്കളുണ്ടല്ലോ, അതുപോലെ പല അതൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ ഈ തൃശ്ശൂരുകാർ പൊതുവെ ആനപ്രേമികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആനപ്പിണ്ടം അതിൻ്റെയൊക്കെ മണത്തിൽ പെർഫ്യൂം ഉണ്ടാക്കി. പെർഫ്യൂമുണ്ട്. ആനപ്പിണ്ടത്തിൻ്റെ മണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ മണം, മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ മണം, ആനപ്പിണ്ടത്തിൻ്റെ മണം. രേണുസുതി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പിന്നെ അവരുടെ ഭർത്താവിൻ്റെ ഗന്ധമുള്ള ഒരു പെർഫ്യൂം അവരുണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യൻ്റെ മണം, അതായത് വിയർപ്പിൻ്റെ മണം അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രകൃതിയുടെ നാച്ചുറൽ മണം, അതായത് ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള മണം, അതുപോലെ ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക മണം വരും, അല്ലേ? പാർക്കിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക മണം വരും. പുതുമഴ പെയ്യുമ്പോൾ ആ ഒരു റെയിനില്ല, ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റെ മണം, എർത്തിൻ്റെ മണം, ഇതൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ സഹായിക്കുന്നത് വേറെ ആരൊക്കെ? മകനാണോ? എന്താ മകൻ ഡോക്ടറാണല്ലോ? എന്താ പേര്? എൻ്റെ രാഹുൽ എന്നാണ് പേര്. അപ്പോൾ അച്ഛനൊരു 35-40 വർഷത്തോളമായി ഈ ഫീൽഡിലുള്ളത്. അതായത് സ്വയം ബ്ലെൻഡ് ചെയ്യുക, നമുക്ക് ആരെങ്കിലും ഒരു പൂക്കൾ കിട്ടിയാലോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള മണങ്ങൾ നമ്മളത് ബ്ലെൻഡ് ചെയ്യുക. ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണിത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കലോത്സവത്തിൽ നമ്മുടെ സർക്കാർ 25 പൂക്കളുടെ പേരാണ് നമുക്ക് ഓരോ വേദികൾക്കായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ പുതുതലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് എല്ലാവർക്കും അറിയണമെന്നില്ല, ഇതിലെ കുറേ പൂക്കളും അതിൻ്റെ മണങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുക, അതിനൊരു ചെറിയൊരു അറിവും. നമ്മുടെ ഈ കലോത്സവം എന്ന് പറയുന്നത് തന്നെ മനസ്സിന് വിൽക്കാനല്ല. കാരണം ഇതിലെ എല്ലാ മണങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിവിടെ കാഞ്ഞാണി ഏനാമാവിൽ തന്നെ പ്രാക്ടീസ്. രാജേട്ടൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം താമസിക്കുന്നത് ഏനാമാവാണ്. ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സെറ്റിൽ ആയിരിക്കുക. ഇത് വൈഫാണ്. അത് പറഞ്ഞു. എന്താ ഭാര്യയുടെ പേരെന്താ? അജിത. വീട് പറയും. അപ്പോൾ നിങ്ങളാണ് സഹായിക്കുന്നത്? ഇവർ രണ്ടുപേർക്കും സഹായിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ രാജേട്ടൻ്റെ ഗന്ധം പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. ഇനി രാജേട്ടൻ്റെ അടുത്ത് നിന്ന് ആർക്കെങ്കിലും ഈ നമ്മുടെ പ്രിയതമൻ്റെയോ പ്രിയതമയുടെയോ സുഗന്ധമുള്ള വിയർപ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഗന്ധമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാൽ അത്തരം പെർഫ്യൂമുകൾ പോലും രാജേട്ടൻ നിർമ്മിച്ചു കൊടുക്കും. സാധാരണ വിൽക്കാറില്ല, അല്ലേ? അതാണ്. പക്ഷേ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അതെ, ഇത് സാമ്പിളായിട്ട് ആവശ്യക്കാർക്ക് മണം ചെക്ക് ചെയ്യാനായിട്ട്, ഓർമ്മിപ്പിക്കാനായിട്ട്. പിന്നെ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ മണം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ പ്രകൃതിയിലുള്ള എല്ലാ സുഗന്ധങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ ഇല്ലാതെ വരുമ്പോൾ ഈ മണം നമ്മൾക്ക് ഓർമ്മയിൽ വരും. യെസ്, അതല്ലേ? അതുകൊണ്ട് നമുക്ക് മണം ഒരിക്കലും പോവില്ല. അതുകൊണ്ട് നമുക്ക് ആ മണം എപ്പോഴും നമുക്ക് അതിനെ തൊഴുതിട്ടാണ് ഞാനത് ചെയ്യാറുള്ളത്. കാരണം അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഓർമ്മയും കൂടി നമുക്ക് നിൽക്കണം, നിലനിൽക്കണം. അതിന് വേണ്ടിയാണ്. ഈ തൃശ്ശൂർ കലോത്സവം വിട പറഞ്ഞ
ഈ സമയത്ത്, വിട പറഞ്ഞ ഈ സമയത്ത്, അതിൽ ഏറ്റവും സുഗന്ധമുള്ള ഓർമ്മകളുമായി ഈ ഗന്ധരാജനും 25 വേദികളുടെ പൂക്കളുടെ ഗന്ധം ഈ പരിചയപ്പെടുത്തിയ ഈ നിമിഷങ്ങളും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.